ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളുള്ളൂ, അതൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കടയൊക്കെ വന്നിട്ട് അതിനുള്ള സാധനങ്ങൾ കുറച്ച് അല്ലറ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. റെഡ് പെയിൻറ്റ്, യെല്ലോ, ബ്ലാക്ക്, പിന്നെ അതുപോലെ തന്നെ ബോഡി ഫില്ലർ, പിന്നെ നമ്മളെ പേപ്പർ, അതുപോലെ തന്നെ ഒരു ബ്രഷും. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ വിട്ടിട്ടാണ്. അപ്പോൾ ബോഡി ഫില്ലർ എങ്ങനെ ഇടാമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അത് ആദ്യം തുറന്നിട്ട് നമുക്ക് എന്താക്കണം, മൊത്തം മിക്സ് ചെയ്യണം കേട്ടോ. അത് മൊത്തത്തിൽ നല്ല രീതിക്ക് ഇളക്കി സെറ്റാക്കിയാലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഹാർഡ്നർ വരുന്നുണ്ട്. അപ്പോൾ അത് ലേശം എടുത്തിട്ട് കൂടാനും പാടില്ല കുറയാനും പാടില്ല, ആ രീതിയിലെടുത്തിട്ട് വേണം നമ്മൾ അത് മിക്സ് ചെയ്യാൻ. അങ്ങനെ അതിന് ശേഷം അതെടുത്തിട്ട് അടപ്പ് മൂടിയിട്ടിട്ട് അവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ ആ തുറന്ന ബോഡി ഫില്ലർ അടച്ചു വെക്കുക. പിന്നെ കയ്യുമ്മൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് കളയുക. ബസ് പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ. അങ്ങനെ നമുക്ക് ആ റെഡിയായ ബോഡി ഫില്ലർ മൊത്തം പെട്ടെന്ന് തന്നെ എടുത്തിടുക, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റാക്കി ആയിട്ടുണ്ട് കേട്ടോ. പിറ്റന്നാൾ നമ്മളത് എന്താക്കി മൊത്തം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത രൂപമാണ് ഈ കാണുന്നത്. പ്രൊഫഷണൽ അല്ലാത്തതിൻ്റെ ചെറിയ ചെറിയ പാകത ഉണ്ടാവും, എന്നാലും സാരമില്ല. അപ്പോൾ നമുക്ക് റെഡ് പെയിൻറ്റ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പെയിൻറ്റ് അടിക്കലാണ്. ഇപ്പോൾ നൈസായിട്ട് സ്പ്രേ പെയിൻ്റ് അല്ല, നമ്മൾ കൈ കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ച് ഒറ്റ കോട്ട അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഇത് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാം, സീനില്ല. അങ്ങനെ ഈ ഫ്രണ്ടിലെ ഈ ബ്ലാക്ക് ഭാഗം നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് അതും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് അതുപോലെ തന്നെ ഈ ബാക്കിൽ ആ കാണുന്ന യെല്ലോ ഒന്നും കൂടി ടച്ച് ചെയ്യാണ്ട്. അപ്പോൾ അത് ഉണങ്ങിയതിൻ്റെ ശേഷം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി സാധനം ടെസ്റ്റിന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ 3-4 ദിവസത്തെ വർക്കാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് എടുക്കലാണ് പരിപാടി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലേ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.